നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് എങ്ങനെയാണ് കെട്ടേണ്ട ആകൃതി രൂപം എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കാരണം ഒരു ദിവസം 5 വക്ത് നിസ്കാരത്തിന്റെ പുറമെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ധാരാളം നിസ്കരിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് പലരും പല രൂപത്തിലുണ്ട്. അതിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടല്ലോ, അവിടെയൊക്കെ നിയമപരമാർക്ക് തന്നെയാണല്ലോ. മാത്രമല്ല ഇതൊരു ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണേനും. അപ്പൊ ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മങ്ങളാണ് താനും. അപ്പൊ ആയതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ആളുകളും പല കോലത്തിൽ അത് ശ്രദ്ധിക്കുന്നില്ല, പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ്. അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് പല ശുഹലുകളും അതുപോലെ തന്നെ ചിന്തകളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിസ്കാരം എന്ന് പറയുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടെയും ചിട്ടയോടും കൂടെ നടത്തേണ്ട ഒരു ആരാധനയാണ്. അത് അള്ളാഹുവുമായി കൊണ്ടുള്ള ഒരു മുനാജാത്ത്, അതാണ് നമ്മൾ തമ്മിൽ. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റുള്ള ചിന്തകൾ പാടില്ല, അത് കൊണ്ടുവരരുത്. എന്നാലോ നമുക്കൊരു ശ്രദ്ധയുണ്ടാവില്ല, കെട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ സലാം കിട്ടിയ കഴിഞ്ഞോ, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ആവരുത്. അള്ളാഹു തആല നല്ല ഭക്തിയിലും അതുപോലെ തന്നെ ഖുശൂഅോടുകൂടെയൊക്കെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്കൊരു അറിവ് അതുപോലെ ശ്രദ്ധ, ആ സമയത്ത് നമുക്കൊരു ശ്രദ്ധ വേണം. അപ്പൊ പല ആളുകളും പല കോലത്തിലും എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പം ഇങ്ങനെ കെട്ടും, എന്നിട്ട് അല്ലാഹു അക്ബർ അൽ ഇവിടെ എത്തുമ്പോൾ അല്ലാഹു അക്ബർ തുടങ്ങുന്നുണ്ടോ. ചില ആളുകൾ ഇതിങ്ങനെ ഒപ്പിച്ചാണ്ട് അല്ലാഹു അക്ബർ ഇവിടെ എത്തുമ്പോഴാണ് എറുന്നാകുക. അങ്ങനെ പല രൂപത്തിലും പലതും കാണും. അഭിപ്രായങ്ങൾ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ നിന്ന് അവസാനമായിക്കൊണ്ട് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് മുഅ്തമദ് ശ്രേഷ്ഠത ഇതിട്ടോ എന്ന് പറഞ്ഞു തന്നൊരു സത്തവിടെ ഉണ്ട്. അതാണ് നമ്മൾ എടുക്കേണ്ടതൊക്കെ. അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാടുണ്ട് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ റൗളയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നീ വിഷയത്തിൽ വരുന്നത്. റൗളയിൽ തന്നെ ഈ പറയുന്ന 5ന്റെ മേലെ അഭിപ്രായങ്ങൾ റൗളയിൽ തന്നെ പറയുന്നത് കണ്ടു. റൗളയുടെ 1-ാം വാള്യം തന്നെ ഇതിന്റെ 249-ാമത്തെ പേജിൽ കണ്ടോ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ അധ്യായം വിശദീകരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ആണോ, ഇപ്പോ ഒരു രൂപം പറയുകയാണെങ്കിൽ യർഫഉ ഗൈറ മുകബ്ബിർ, തക്ബീർ ചെല്ലാതെ കൈ ഉയർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ് ഇങ്ങനെ ഉയർത്തും, എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പൊ ആദ്യം ഫ്രീ ആയിട്ടാണ് ഉയർത്തലാണ്, പിന്നെയാണ് അല്ലാഹു അക്ബർ കയറി വരുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് 5ന്റെ മേലെ അഭിപ്രായങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും മഹാനവറുകൾ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അത് എങ്ങനെ എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലും കൈ ഉയർത്തലും ഒരുമിച്ചാകുക. അപ്പൊ അല്ലാഹു അക്ബർ, ശ്രദ്ധിക്കുക, ഇവിടെ എത്തിയാൽ നിൽക്കും, അക്ബർ എന്ന് പറയാൻ നിൽക്കും, പിന്നെ ഫ്രീ ആയിട്ട് കൈ കൊണ്ടാണ് കെട്ടുക. ഇതാണ് മുഅ്തമദ് പ്രബലവും ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും.